നമസ്കാരം. നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് 1-2 കൊച്ചു വാർത്തകളാണെന്നുള്ളത്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. നാളെ ജനുവരി 15 സൈനിക ദിനം. 75ാം സൈനിക ദിനം. വിക്കിപീഡിയ ദിനമാണ്. പിൻകോഡ് വാരാചരണ തുടക്ക ദിനമാണ്. വിഖ്യാത മനുഷ്യാവകാശ പ്രവർത്തകൻ മാർട്ടിൻ ലൂതർ കിങ് ജന്മദിനം. പ്രശസ്ത ചിത്രകാരൻ KCS പണിക്കർ ചരമദിനം. സൗജന്യ ഇന്റർനെറ്റ് വിശ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയ നിലവിൽ വന്നു. 2001 ഇത് നിലവിൽ വന്നത്. ബാലനീതി നിയമം നിലയിൽ വന്നു. 2016 ഈ നിയമം നിലവിൽ വന്നത്. നിസ്വാർത്ഥ സേവനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏറ്റവും മഹത്തായ മാതൃക കാട്ടിയ രാജ്യത്തെ സൈനികരെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി 15 സൈനിക ദിനമായി ആഘോഷിക്കുന്നു. എല്ലാ ആർമി കമാൻഡ് ആസ്ഥാനങ്ങളിലും എല്ലാ വർഷവും സൈനിക ദിനം ആഘോഷിക്കുന്നു. 74ാമത് ഇന്ത്യൻ കരസേനാ ദിനത്തോടനുബന്ധിച്ച് 1971 പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ സ്വർണീം വിജയ് വർഷത്തിന്റെ സ്മരണയ്ക്കായി ഇന്ത്യൻ ആം മാരത്തൺ വിജയ് റൺ സംഘടിപ്പിക്കും. ഈ ദിനത്തിൽ ധീരഹൃദയരുടെ ധീരതയ്ക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ നിസ്വാർത്ഥ സേവനത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇനി സൈനിക ദിനത്തിന്റെ ചരിത്രം. എല്ലാ വർഷവും ജനുവരി 15 സൈനിക ദിനം ആഘോഷിക്കുന്നത്. 1949 ഈ തീയതിയിലാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യത്തെ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ KM കരിയപ്പ ചുമതലയേൽക്കുന്നത്. ജനറൽ KM കരിയപ്പ 1949 ജനുവരി 15 ഇന്ത്യൻ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായി. കമാൻഡർ ഇൻ ചീഫായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജനറൽ സർ ഫ്രാൻസിസ് ബുച്ചറിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തത്. രാജ്യത്തെ സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെ അഭിവാദ്യം ചെയ്യുന്നതിനാണ് എല്ലാ വർഷവും സൈനിക ദിനം ആചരിക്കുന്നത്. കരസേനാ ദിനാഘോഷങ്ങൾ ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ടെങ്കിലും ഡൽഹി കന്റോൺമെന്റിലെ കരിയപ്പ പരേഡ് ഗ്രൗണ്ടിലാണ് പ്രധാന പരേഡ് നടക്കുന്നത്. ഫീൽഡ് മാർഷൽ KM കരിയപ്പയെക്കുറിച്ച് കൂടുതൽ അറിയാം. 1-ാം ലോക മഹായുദ്ധ സമയത്ത് ഫീൽഡ് മാർഷൽ KM കരിയപ്പ സൈനിക പരിശീലനം നേടിയത് കിപ്പർ എന്നാണ്. 1919 ഫീൽഡ് മാർഷൽ KM കരിയപ്പ ഇന്ത്യക്കാരുടെ ആദ്യ ഗ്രൂപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പരിശീലനത്തിനായി ഇൻഡോറിലേക്ക് അയച്ചു. പിന്നീട് അദ്ദേഹം കർണാടക കാലാൾപ്പടയിലേക്ക് നിയോഗിക്കപ്പെട്ടു. മികച്ച സേവനത്തിന് ശേഷം ഫീൽഡ് മാർഷൽ KM കരിയപ്പ 1949 ജനുവരി 15 ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായി. ഫീൽഡ് മാർഷൽ KM കരിയപ്പയ്ക്ക് ഓർഡർ ഓഫ് ദി ചീഫ് കമാൻഡർ ഓഫ് ലീജിയൻ ഓഫ് മെറിറ്റ് പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ഒരു ഇന്ത്യൻ ജനറൽ നൽകുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ അവാർഡും ലഭിച്ചു. ഫീൽഡ് മാർഷൽ KM കരിയപ്പ അച്ചടക്കത്തിന്റെയും അനുകമ്പയുടെയും ഉയർന്ന നിലവാരം പ്രകടിപ്പിച്ചു. തലമുറകളിലുടനീളം ആളുകളെ പ്രചോദിപ്പിച്ചു. 1983 അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ എന്ന പദവി ലഭിച്ചു. 1973 ഫീൽഡ് മാർഷൽ സാം മനേക്ഷയാണ് ഇതുവരെ ഈ പദവി ലഭിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി. ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷം ഫീൽഡ് മാർഷൽ KM കരിയപ്പ 1956 വരെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഹൈക്കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. പാട്ടുപാടിയും നൃത്തപാടിയും കെട്ടിപ്പുണർന്നു കേരളത്തിൽ ജീവിതത്തിന്റെ സായന്തനത്തിൽ ഉറ്റവർ അടുത്തില്ലാത്ത അമ്മമാർക്കായി കുട്ടികൾ പാട്ടുകൾ പാടി നൃത്തമാടി അവരെ കെട്ടിപ്പുണർന്നു സ്നേഹം പകരും. കേരളപുരം സെന്റ് വിൻസ് ഓൾഡ് ഏജ് ഹോമിലാണ് NCC കേഡറ്റുകൾ സ്നേഹത്തിന്റെ മണിക്കൂറുകൾ തീർത്തത്. കുട്ടികൾക്ക് വേണ്ടി അന്തേവാസികളും പാട്ടുകൾ പാടുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്തു. TKM ഹയർ സെക്കൻഡറി സ്കൂൾ, ചാത്തനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂൾ, TKM സെന്റ് ആന്റണി പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകളാണ് കേരളപുരത്തെ ഓൾഡ് ഏജ് ഹോം സന്ദർശിച്ചത്. TKMലെ ലഫ്റ്റനന്റ് ജിബിമോൾ വർഗീസ്, MSMലെ ലഫ്റ്റനന്റ് വിൽസൺ വർഗീസ് എന്നിവർ നേതൃത്വം. NCCയുടെ നേതൃത്വത്തിൽ MSM സ്കൂൾ ചാത്തനാംകുളം, TKM പബ്ലിക് സ്കൂൾ, TKM ഹയർ സെക്കൻഡറി സ്കൂൾ കരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് നമ്മൾ ഇന്നിവിടെ ഈ സെൻറ്റ് വിൻസെൻറ്റ്സ് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി ചെറിയ ഉപഹാരങ്ങൾ നമ്മൾ സമ്മാനിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. മനുഷ്യനാകും ഗാന്ധിജി തൻ കഥ
കേൾക്കുക നിങ്ങൾ നാട്ടാരെ, ത്യാഗമനോഹര കഥകൾ നിറഞ്ഞൊരു പാസുര ഭാരതനാമം. അനശ്വരനാകും ഗാന്ധിജി തൻ കഥ കേൾക്കുക നിങ്ങൾ നാട്ടാരെ, ത്യാഗമനോഹര കഥകൾ നിറഞ്ഞൊരു പാസുര ഭാരതനാമം. വിശ്വം മുഴുവൻ പ്രഭവിതരാമൊരു പാവനമാണീ ജീവിതവും. വിശ്വം മുഴുവൻ പ്രഭവിതരാമൊരു പാവനമാണീ ജീവിതവും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി പേരവനേകി പെരുമോദം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി പേരവനേകി പെരുമോദം. അനശ്വരനാകും ഗാന്ധിജി തൻ കഥ കേൾക്കുക നിങ്ങൾ നാട്ടാരെ. വന്നു ജനുവരി 30 ദുർദിനം. അന്നാദ്യ സന്ധ്യയിൽ പ്രാർത്ഥന വേളയിൽ പൊങ്ങിനാനപ്പോൾ ഒരു പിടി ശബ്ദമായി മാർമന്ദിരത്തിൽ. സ്നേഹാനിധിയാമർത്യന്റെ നെഞ്ചിൽ നിറത്തോക്കൊഴിച്ചൊരു ഭാരത പൗരൻ. രാമരാജ്യം പാവന ചെയ്തൊരു പാസുരനാമം മറക്കില്ല മക്കൾ. രാമരാജ്യം പാവന ചെയ്തൊരു പാസുരനാമം മറക്കില്ല മക്കൾ. ഇല്ല മറക്കുകയില്ല ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ ദിനമോദം. ഇല്ല മറക്കുകയില്ല ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ ദിനമോദം. അനശ്വരനാകും ഗാന്ധിജി തൻ കഥ കേൾക്കുക നിങ്ങൾ നാട്ടാരെ, ത്യാഗം മനോഹര കഥകൾ നിറഞ്ഞു പാസുര ഭാരതനാമം. നീ വരുമോ എൻ്റെ നാടു കാണാൻ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. പച്ചക്കൂടി പോലെ പന്തലുണ്ട്, നല്ല പച്ച കിളികളുടെ നാദമുണ്ട്, പൊട്ടിച്ചിരിക്കും വരികളുണ്ട്, പൊക്കമേറിയ മരങ്ങളുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ചന്തം പൊന്നാമ്പൽ സമയം നിന്നാടച്ചിമിഴിൽ കണ്ടില്ല. കാണാക്കടവിൽ പൊന്നൂരാൽ വഴിയിൽ നിന്നോട് ചിന്തും നിന്റെ മഴവില്ലു പോലെ മനസ്സിൽ തെളിയും എന്നിലെ
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ജനകീയാസൂത്രണം കേരളത്തെ ശക്തിപ്പെടുത്തി. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പരിപാടി കേരളത്തെ ശാക്തീകരിച്ചെന്ന സെമിനാർ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുണ്ടറയിൽ നടത്തിയ സെമിനാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം TF തോമസ് ഐസക് വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം J മേഴ്സിക്കുട്ടിയമ്മ, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി തോമസ്, ST അഭിലാഷ്, ദിവ്യ ജയകുമാർ, P വിനീതകുമാരി, NS പ്രസന്നകുമാർ, S നാസറുദ്ദീൻ, SL സജികുമാർ, R സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ഇളമ്പള്ളൂർ SN/SM HSSL 49ാമത് വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. PTA പ്രസിഡന്റ് G കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ P അനിൽകുമാർ, ഹെഡ്മാസ്റ്റർ R മനു, പ്രശസ്ത നാടക പ്രവർത്തകൻ PJ ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ CR രാധാകൃഷ്ണപിള്ള, ഇളമ്പള്ളൂർ ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് B ശങ്കരനാരായണൻ, മുഖത്തല ബ്ലോക്ക് വികസന സമിതി ചെയർപേഴ്സൺ G സുശീല, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനി, കാനറ ബാങ്ക് കുണ്ടറ ബ്രാഞ്ച് മാനേജർ പ്രതീഷ് വസന്ത്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ CM സൈഫുദ്ദീൻ, മദർ PTA പ്രസിഡന്റ് ഷീജ ബഷീർ, PTA വൈസ് പ്രസിഡന്റ് B സുധീർ, ശ്യാംകുമാർ, അനുലക്ഷ്മി, B പ്രീത, അനിൽകുമാർ, കുമാരി ദേവി നന്ദന, അല്ലു അലീഫ് എന്നിവർ സംസാരിച്ചു. ചില മനുഷ്യരുടെ മുഖത്ത് നോക്കുമ്പോൾ വിളർച്ച തോന്നും. ബോധക്ഷയം ഉണ്ടാകുമ്പോഴും മുഖത്ത് വിളർച്ച അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളർച്ച ഉണ്ടാകുന്നത്? രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ കുറയുന്നതിന്റെ ഫലമായാണ് വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകുന്നത്. പല കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കാം. മുറിവ് പറ്റുന്നത് കൊണ്ടോ മറ്റ് അസുഖങ്ങൾ കാരണമോ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെടാനിട വന്നാൽ വിളർച്ചയുണ്ടാകും. രക്താണു നിർമ്മാണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് വിളർച്ചയ്ക്കുള്ള മറ്റൊരു മുഖ്യ കാരണം. പ്രവർത്തനക്ഷമമായ അസ്ഥിമജ്ജയുടെ അല്ലെങ്കിൽ ബോൺ മാരയുടെ കുറവ്, ചുവന്ന രക്താണുക്കളുടെ വളർച്ചയെ സഹായിക്കുന്ന വിറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് തുടങ്ങി പല കാരണങ്ങളും വിളർച്ചയിൽ കലാശിക്കാറുണ്ട്. പാരമ്പര്യ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വിളർച്ചയും ചിലതിൽ കാണാം. സിക്കിൾ സെൽ അനീമിയ ഒരു ഉദാഹരണമാണ്. മ്യൂട്ടേഷന്റെ ഫലമായി ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിൽ സംഭവിക്കുന്ന അപാകതകളാണ് ഇതിന് കാരണം. ഈ അപാകത കാരണം രക്താണുക്കൾ ഡിസ്ക് ആകൃതിക്ക് പകരം കോമ അല്ലെങ്കിൽ സിക്കിൾ ആകൃതിയിൽ ആകുന്നു. ഇവയ്ക്ക് ഓക്സിജൻ വാഹനശേഷി വളരെ കുറവായിരിക്കും. അവ എളുപ്പത്തിൽ നശിക്കുകയും ചെയ്യും. നവജാത ശിശുക്കളിൽ കാണുന്ന RH പൊരുത്തക്കേട്, മലേറിയ ബാധ, ചില മരുന്നുകൾ എന്നിവ ചുവപ്പ് രക്താണുക്കളുടെ നാശത്തിനും വിളർച്ചയ്ക്കും വഴിയാക്കുന്നു. ഇന്ത്യയിൽ പോലുള്ള ദരിദ്ര രാജ്യങ്ങളിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള വിളർച്ചയാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ആഹാരത്തിൽ മാംസ്യം, വിറ്റാമിനുകൾ, ഇരുമ്പിന്റെ അംശം എന്നിവയുടെ കുറവ് മൂലം രക്താണുക്കളുടെ ഉൽപാദനം കുറയുന്നതാണ് ഇതിന് കാരണം. വിറക് കത്തിക്കുമ്പോൾ പുകയിലുണ്ടാകുന്ന ബെൻസോ ആൽഫ പൈറിൻ എന്ന വാതകം വീട്ടമ്മമാരിൽ അനിമിയയ്ക്ക് കാരണമാകുന്ന ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച പുകയില്ലാത്ത അടുപ്പുകളുടെ പ്രസക്തി ഈ പഠനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റോഡ് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പുനക്കുന്നൂർ മുസ്ലിം ജമാഅത്ത് റോഡ് PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K മിനി, പുനക്കുന്നൂർ ജമാഅത്ത് ചീഫ് ഇമാം മുസ്തഫ തങ്ങൾ മന്നാനി, ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ റഷീദ്, ലോഗോസ് അക്കാദമി ചെയർമാൻ
കുരിപ്പള്ളി സലീം, മുൻ വാർഡ് മെമ്പർമാരായ ഷെഫീഖ്, സുധർമ്മ, ഷിഹാബ്, നാസർ എന്നിവർ പങ്കെടുത്തു. നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുള്ള 14 ഹ്രസ്വചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമ. ഞങ്ങളുടെ 15ാമത്തെ സിനിമ സ്വാഹ, അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ്. സ്വാഹ ഈ മാസം 28-ന് നമ്മൾ റിലീസ് ചെയ്യും. ഒപ്പം നിങ്ങൾ ഇതുവരെയും ഈ സിനിമകളൊന്നും കാണാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം. നമ്മുടെ നാട്ടിൽ ഇപ്പം അടുത്ത സമയത്ത് വരുന്ന വാർത്തകളല്ല, നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ജീർണമായ ചില സ്വഭാവവിശേഷങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമയിൽ ചർച്ച ചെയ്തത് ഇത്തരം കാര്യങ്ങളാണ്. നമ്മളിപ്പം വലിയ വാർത്തയായിരിക്കുന്ന കാര്യങ്ങൾ, അത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കുട്ടികളിൽ എങ്ങനെയാണ് ക്രൂരത വർദ്ധിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ആകുന്നത്, ആര് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ പെൺകുട്ടികളോടുള്ള അതിക്രമം, അതും വളരെ മോശമായ രീതിയിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇതിൻ്റെ എല്ലാം ഒരു കാരണത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഞങ്ങളുടെ സിനിമകളുടെ പ്രമേയങ്ങളെല്ലാം തന്നെ. നിങ്ങൾ ലൈല ക്രിയേഷൻ്റെ ബാനർ പുറത്തിറക്കിയുള്ള സിനിമകൾ ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ അടുത്ത സിനിമയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മറ്റ് പ്രീ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിലേക്കും ഞങ്ങൾക്ക് പുതിയ നടന്മാരെയും നടിമാരെയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ റിട്ടയർ ചെയ്തവർ വരെയുള്ളവരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുൻ അനുഭവ പരിചയമുള്ളവരെ ഞങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുതുതായി അഭിനയ താല്പര്യമുള്ളവരും യുവത്തിൽ സ്ക്രീനിലേക്ക് വരണം എന്ന ആഗ്രഹമുള്ളവരും സമയം പോലെ ഇച്ചിരി ബുദ്ധിമുട്ടി ആ വേഷം ചെയ്യാൻ താല്പര്യമുള്ളവരും മാത്രം അപേക്ഷിക്കുക. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ 94 47 11 99 80 സ്വകാര്യമായി അതിൻ്റെ മെസ്സേജുകൾ അയക്കാം. അങ്ങനെയുള്ളവരെയെല്ലാം ഒരു ഓഡീഷന് അടുത്ത ആഴ്ച ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അതിനു മുമ്പായി നിങ്ങളുടെ താല്പര്യം അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.